നമസ്കാരം. കളങ്കാവൽ മെഗാസ്റ്റാർ മമ്മൂക്ക വില്ലൻ കഥാപാത്രത്തിലെത്തുന്ന സിനിമ 2 മണിക്കൂർ 12 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ. വിനായകനാണ് ഹീറോ, ഓപ്പോസിറ്റ് സൈഡിൽ മമ്മൂക്ക. ജിതിൻ കെ ജോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. കുറിപ്പിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ് മുജീബ്. എടുത്തു പറയണമെന്ന് തോന്നി എക്കോയുടെയൊക്കെ മ്യൂസിക് ചെയ്ത മുജീബാണ് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൈകാര്യം ചെയ്യുന്ന മ്യൂസിക്. ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു മോഹൻലാലിൻ്റെ തുടരും, അല്ലെങ്കിൽ പൊന്മാനിലെ ബേസിലിൻ്റെ കഥാപാത്രം, റോന്തിലെ ദിലീഷ് പോത്തിൻ്റെ കഥാപാത്രം, ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചു ഈ കൊല്ലത്തെ ഏറ്റവും പീക്ക് പെർഫോമൻസസ് ഇതൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മൂക്ക എത്തുന്നത്. മമ്മൂക്കേനെ കാണിച്ചു തുടങ്ങി സ്ക്രീനിൽ. മമ്മൂക്കേനെ കാണിച്ച് ആദ്യത്തെ ഒരു സീൻ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ തൂക്കി ഈ കൊല്ലവും, യാതൊരു സംശയമില്ല. കാരണം അമ്മാതിരി എക്സ്പ്രഷൻസാണ് മുഖത്ത് വരുന്നത്. ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരം സ്ലാങ്ങാണ് പിടിച്ചു കാണുന്നത്. തിരുവനന്തപുരംകാർ സംസാരിക്കണ പോലെ തന്നെ തോന്നുന്നു. ഞാൻ കുറച്ച് നാൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി എന്ത് രസമായിട്ട് അനായാസമായിട്ടാണ് ആ സ്ലാങ്ങൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സ്ത്രീകളെ കാണുമ്പോൾ കാണിക്കുന്ന ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ മനുഷ്യൻ ഇത് എവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചു എന്ന് ഇതൊക്കെ ഇങ്ങനെ സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. മെഗാസ്റ്റാർ എന്ന് തന്നെ വിളിക്കേണ്ട ഒരു അമ്മാതിരി ആക്ടിങ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് റിലീസ്ഡ് ഇൻ ദിസ് ഇയർ, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കിടിലം പരിപാടിയായിരുന്നു കളങ്കാവൽ. തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട സിനിമയാണ്. ഫാമിലി ഒന്നും കാണുമെന്ന് എനിക്കറിയില്ല, കാരണം കുറച്ച് ക്രൈമും പരിപാടികളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് പോകണം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമയായി കാണാൻ പോയാൽ ഒരു ഗംഭീര പരിപാടിയാണ്. കാരണം ഒരു ക്രൈം ത്രില്ലറാണ്. നമുക്കറിയാം ഇതാരാണ് ഇതിൻ്റെ വില്ലൻ എന്നൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്ങനെ ഇയാളെ പിടിക്കുമെന്നാണ്. നല്ല ഗംഭീരമായിട്ട് എഴുതിയ ഒരു സ്ക്രീൻ പ്ലേ, നല്ല ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട്. ഈ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ആൾക്കാരെയൊന്നും അല്ലല്ലോ കാണാൻ, പക്ഷേ കുറച്ച് ട്വിസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പരിപാടിയല്ല. അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് ജിതിൻ. നല്ല രസമായിട്ട് അത് എടുത്തിട്ടുണ്ട്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇക്കയുടെ പെർഫോമൻസ് പറയാൻ യാതൊരു ഇല്ല. ഓരോ ക്രൈം നടക്കുന്ന സമയത്തും ഇങ്ങനെ മുഖത്തേക്ക് വരണ എക്സ്പ്രഷൻസൊക്കെ കാണണം. അൺബിലീവബിൾ എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഈ പെർഫോമൻസിനൊപ്പം തന്നെ അത്ര കിടിലമായിട്ട് പിടിച്ചിരിക്കാൻ വിനായകന് സാധിച്ചോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. വിനായകൻ ഒരു ഗംഭീര ആക്ടറാണെന്ന് നമുക്കറിയാം, എങ്കിലും ചില സമയത്ത് അങ്ങ് ബാലൻസ് ചെയ്തോന്ന് പോലും എനിക്ക് ആലോചിച്ച് പോയി. ഓവറോൾ വിനായകൻ ആ റോളിനോട് നീതി പുലർത്തി എന്ന് യാതൊരു സംശയമില്ല പറയാം. പക്ഷേ എന്നാലും കുറച്ചുകൂടി പവറുള്ള ഒരാളാണെങ്കിൽ കുറച്ചുകൂടി കത്തി തീപ്പൊരി ആയെന്ന് എനിക്ക് തോന്നുന്നു. ജിബിൻ ഗോപിനാഥൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല, ഒരു സപ്പോർട്ടിംഗ് റോളാണ്, എങ്കിലും പുള്ളി റോൾ നന്നായിട്ട് ചെയ്തു. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. ബാക്കി ഹീറോയിൻസായിട്ട് വന്നവരെല്ലാം നന്നായിട്ടിരുന്നു. രജിഷ വിജയനുണ്ട്, ഗായത്രി വരുണുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഓവറോൾ തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു മൂവിയാണ് കളങ്കാവൽ. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.